ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ വായിക്കുന്ന പുസ്തകം ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ഉസൂലു സലാസ, 3 അടിസ്ഥാന തത്വങ്ങളാണ്. ഇതിൻ്റെ വിശദീകരണം ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിദഹുള്ളയുടേത്. ബാറക്കല്ലാഹു ഫീക്കും. ഈ 3 അടിസ്ഥാന തത്വങ്ങളിലെ ആദ്യത്തെ അടിസ്ഥാന തത്വം നാം വായന തുടങ്ങി. ആദ്യത്തെ അടിസ്ഥാന തത്വം, ഖബറിലെ ചോദ്യം മൻ റബ്ബുക്ക എന്ന് ചോദിച്ചാൽ അതിന് അള്ളാഹു ആണ് എന്ന് മറുപടി പറയാൻ കഴിയണമെങ്കിൽ അള്ളാഹു ആരാണ് എന്ന് അറിയണം. ബാറക്കല്ലാഹു ഫീക്കും. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറയുന്നു, ഫൈദാ ഖീല ലക ബിമാ അറഫ്ത റബ്ബക ഫഖുൽ ബി ആയാതിഹി വ മഖ്ലൂഖാതിഹി. അതുകൊണ്ട് നിന്നോട് ചോദിക്കപ്പെട്ടാൽ നിന്റെ രക്ഷിതാവിനെക്കുറിച്ച് നിനക്ക് എങ്ങനെ അറിയാൻ സാധിച്ചു? അപ്പോൾ പറയുക, അവൻ്റെ അടയാളങ്ങൾ കൊണ്ടും അവൻ്റെ സൃഷ്ടി കൊണ്ടും. ഇതിൻ്റെ വിശദീകരണം, നീ പറഞ്ഞു അള്ളാഹുവാണ് എൻ്റെ രക്ഷിതാവ്, അല്ലെങ്കിൽ എൻ്റെ രക്ഷിതാവ് അള്ളാഹുവാണ്, അവനാണ് അവൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് എന്നെ പരിപാലിക്കുന്നത്. അപ്പോൾ അള്ളാഹുവാണ് രക്ഷിതാവ് എന്നുള്ള തെളിവെന്താണ്? അള്ളാഹുവാണ് പരിപാലിക്കുന്നത്, അള്ളാഹുവാണ് നിന്നെ പരിപാലിക്കുന്നത് അവൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട്. ഇതിനുള്ള തെളിവെന്താണ്? ഷേഖ് തെളിവുകൾ കൊണ്ടാന്നു, അള്ളാഹുവിൻ്റെ വഹിയിൽ നിന്ന് തെളിവുകൾ കൊണ്ടാന്നു, ബുദ്ധിപരമായ തെളിവുകളും കൊണ്ടാന്നു. അത് പിന്നീട് വരും ഇൻഷാ അല്ലാഹ്. നിന്നോട് പറയപ്പെട്ടാൽ നിന്റെ രക്ഷിതാവിനെക്കുറിച്ച് നീ എങ്ങനെ അറിഞ്ഞു? കാരണം ഒരു സംഗതി വാദിക്കുകയാണെങ്കിൽ ആ വാദത്തിനുള്ള തെളിവ് അദ്ദേഹത്തിന് ഉണ്ടാകണം. വദ്ദഅവ ഇദാ ലം യുഖീമു അലൈഹാ ബയ്യിനാത്തിൻ അഹ്ലുഹാ അദിയാഉ. അവരുടെ വാദങ്ങൾക്ക് തെളിവ് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ആ വാദം ഉണ്ടാക്കുന്ന ആളുകൾ വഞ്ചകരാണ്. അതുകൊണ്ട് നിർബന്ധമാണ് ഏതൊരു വാദം കൊണ്ടുവന്നാലും ഏതൊരു വാദത്തിനും അദ്ദേഹം കൊണ്ടുവരുന്ന ആ വാദത്തിന് തെളിവ് സ്ഥാപിക്കണം, അല്ലെങ്കിൽ അവൻ്റെ വാദം ശരിയല്ല. നീ പറയുന്നു നിന്റെ രക്ഷിതാവ് എന്നെ പരിപാലിച്ചു, എല്ലാ സൃഷ്ടികൾക്കും അവൻ അനുഗ്രഹം നൽകി, അവൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് പരിപാലിച്ചു. അതിൻ്റെ തെളിവെന്താണ്? അപ്പോൾ പറയുക, അതിൻ്റെ തെളിവ് അവൻ്റെ അടയാളങ്ങളും അവൻ്റെ സൃഷ്ടിയുമാണ്. അവൻ്റെ അടയാളങ്ങളും അവൻ്റെ സൃഷ്ടിയും. അൽ ആയാത്ത്, അടയാളങ്ങൾ, അത് ആയത്തിൻ്റെ ബഹുവചനാണ്. ഭാഷാപരമായി അതിനർത്ഥം അതൊരു സംഗതിയാണ്, അത് സൂചിപ്പിക്കുന്നത് ഒരു വസ്തുവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ആയാത്തുൽ മുനാഫിഖി സലാസുൻ, മുനാഫിക്കുകളുടെ അടയാളം 3 എണ്ണമാണ്. അതിനർത്ഥം അതിന് വ്യതിരിക്തമാക്കുന്ന അടയാളങ്ങളുണ്ട്. ഗ്രന്ഥകാരൻ്റെ പ്രസ്താവന അവൻ്റെ അടയാളങ്ങൾ കൊണ്ട്, അതിനർത്ഥം അവനെ സൂചിപ്പിക്കുന്ന, അവനെ തെളിയിക്കുന്ന അടയാളങ്ങളും സൂചനകളും, അതായത് അവനാണ് രക്ഷിതാവ് എന്ന് സൂചിപ്പിക്കുന്നത്. ഈ സൃഷ്ടികളെല്ലാം ആദ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ അള്ളാഹു ഈ സൃഷ്ടികളെ കൊണ്ടുവന്നു. അവൻ്റെ ശക്തി കൊണ്ട് അവൻ അവയെ സൃഷ്ടിച്ചു. ആ സൃഷ്ടികൾപ്പെട്ടതാണ് ഉൽപ്പാദനം ഉണ്ടാക്കുന്നത്. മരങ്ങൾ, കുട്ടികൾ, മറ്റു വസ്തുക്കൾ, അത് ഉണ്ടായിരുന്നില്ല, പിന്നെ അത് ഉണ്ടായി വന്നു, നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ. ആരാണ് ഇവയൊക്കെ സൃഷ്ടിച്ചത്? അത് അള്ളാഹുവാണ്. അവർ സ്വയം സൃഷ്ടിച്ചതാണോ? ഏതെങ്കിലും മനുഷ്യൻ അവയെ സൃഷ്ടിച്ചതാണോ? അല്ല. ആർക്കും അങ്ങനെയൊരു വാദം പറയാൻ സാധിക്കുകയില്ല. അള്ളാഹു പറഞ്ഞു, അം ഖുലിഖു
മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർള ബൽ ലാ യൂഖിനൂൻ. യാതൊരു വസ്തുവുമില്ലാതെ അവർ സ്വയം അങ്ങ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണോ, അതല്ല അവർ തന്നെയാണോ സൃഷ്ടാക്കൾ? ഇത് സൂറത്ത് തൂറിലെ 52-ാം അധ്യായം 35-36 വചനാണ്. അതുകൊണ്ട് ഈ വസ്തുക്കളൊന്നും സ്വയം ഉണ്ടായതല്ല, അല്ലെങ്കിൽ ആരെങ്കിലും അവയെ സൃഷ്ടിച്ചതുമല്ല. ഒരാൾക്കും മരത്തെയോ കൊതുകിനെയോ ഈച്ചയോ സൃഷ്ടിക്കാൻ കഴിയുകയില്ല. അള്ളാഹു പറഞ്ഞു, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖു ദുബാബൻ വലവിസ്തമഊ ലഹു. തീർച്ചയായും അള്ളാഹുവിന് പുറമെ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ കഴിയുകയില്ല, അവരെല്ലാവരും ആ ലക്ഷ്യത്തിന് വേണ്ടി യോജിച്ചാലും. ഈ സൃഷ്ടി സൂചിപ്പിക്കുന്നത് സൃഷ്ടാവിനെയാണ്. അതുകൊണ്ട് വിദൂര മരുഭൂമിയിലുള്ള നാടോടികളോട് ചോദിക്കപ്പെട്ടാൽ നിങ്ങളുടെ രക്ഷിതാവിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അപ്പോൾ അവർ പറയും, ഒട്ടകത്തിൻ്റെ കാഷ്ടം തെളിവാണ് ഒട്ടകം ഉണ്ട് എന്നതിന്. ഒരു വ്യക്തിയുടെ കാലടികൾ തെളിവാണ് ആ വ്യക്തി നടക്കുന്നുണ്ട് എന്നത്. അതുകൊണ്ട് ഈ പ്രപഞ്ചം തെളിയിക്കുന്നില്ലേ അള്ളാഹു ഉണ്ട് എന്നത്? നിങ്ങൾ ഭൂമിയിൽ കാലടികൾ കണ്ടാൽ അത് സൂചിപ്പിക്കുന്നില്ലേ അതിൻ്റെ മുകളിലൂടെ ആരോ നടന്നു പോയിട്ടുണ്ട് എന്ന്? നിങ്ങൾ ഒട്ടകത്തിൻ്റെ കാഷ്ടം കണ്ടാൽ അത് സൂചിപ്പിക്കുന്നില്ലേ ആ സ്ഥലത്തൊരു ഒട്ടകമുണ്ട് എന്ന്? അല്ലെങ്കിൽ അതിലൂടെ ഒരു ഒട്ടകം കടന്നു പോയിട്ടുണ്ട് എന്ന്? ഒട്ടകത്തിൻ്റെ കാഷ്ടങ്ങൾ അത് ഒട്ടകത്തെ സൂചിപ്പിക്കുന്നു, കാലടികൾ അത് നടക്കുന്ന ആളിനെ സൂചിപ്പിക്കുന്നു. ബാറക്കല്ലാഹു ഫീക്കും. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് പറയുകയാണ്, വമിൻ ആയാത്തിഹി അൽ ലൈലു വൻ നഹാറു വശംസു വൽ കമറു വമിൻ മഖ്ലൂഖാത്തിഹി അസ്സമാവാതു സബഉ വൽ അർളൂന സബഉ വമാ ഫീഹിന്ന വമാ ബൈനഹുമ. അവൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് രാവും പകലും, സൂര്യനും ചന്ദ്രനും. അവൻ്റെ സൃഷ്ടിയിൽപ്പെട്ടതാണ് 7 ആകാശങ്ങളും 7 ഭൂമികളും, അവയിലുള്ളതും അതിനിടയിലുള്ളതും. ഇതിൻ്റെ വിശദീകരണം: ഗ്രന്ഥകാരൻ്റെ പ്രസ്താവന അവൻ്റെ അടയാളങ്ങളിലുള്ളതാണ് രാവും പകലും, സൂര്യനും ചന്ദ്രനും. ആയത്തുകൾ 2 ഇനങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ഇനം പ്രാപഞ്ചികമായ ആയത്തുകളാണ്. അത് നിങ്ങൾ കാണുന്നു. ആകാശങ്ങൾ, ഭൂമി, നക്ഷത്രങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, മലകൾ, മരങ്ങൾ, സമുദ്രങ്ങൾ, ഇവയെല്ലാം അടയാളങ്ങളാണ്. കാരണം അതിലൂടെ സൃഷ്ടിയുടെ സൂചന നമുക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് അബുൽ അത്താഹിയ പറഞ്ഞു, ഫയാ അജബൻ കൈഫ യൂസൽ ഇലാഹു അം കൈഫ യജ്ഹദുൽ ജാഹിദു വഫി കുല്ലി ഷൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹു വാഹിദുൻ വലില്ലാഹി ഫി കുല്ലി തഹ്രീകത്തിൻ വ തസ്കീനത്തിൻ ഫിൽ വറാ ഷാഹിദുൻ. എന്തൊരാശ്ചര്യകരമാണ് അള്ളാഹുയെ ധിക്കരിക്കുക എന്നത്, അല്ലെങ്കിൽ ഒരു ധിക്കാരി അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുക എന്നത്. അള്ളാഹു എങ്ങനെയാണെന്ന് സൂചിപ്പിക്കുന്ന അടയാളം, അവൻ്റെ അടയാളം എല്ലാത്തിലുമുണ്ട്. അള്ളാഹുവിനാണ് എല്ലാ ചലിക്കുന്നതുമായ മനുഷ്യരിൽ നിന്നുള്ള എല്ലാ ചലിക്കുന്നതിനുമായുള്ളത്. അള്ളാഹുവിന് അതിനൊരു സാക്ഷിയുണ്ട്. എങ്ങനെയാണ് ഒരാൾക്ക് അള്ളാഹുവിനെതിരെ ധിക്കരിക്കുക എന്നിട്ട് പറയുക ഈ മുഴുവൻ പ്രപഞ്ചത്തിനൊരു രക്ഷിതാവില്ല, ഈ സൃഷ്ടികളൊക്കെ ഒരു സൃഷ്ടാവും ഇല്ലാതെ ഉണ്ടായതാണ് എന്നെങ്ങനെ പറയാൻ കഴിയും? ഇനി അതിനൊരു സൃഷ്ടി ഉണ്ടെങ്കിൽ അത് അള്ളാഹു അല്ലാത്ത ആരാണ് സൃഷ്ടിയാവുക? എന്നോട് പറയൂ.
അത് അള്ളാഹു അല്ലാതെ ഒരു സൃഷ്ടാവും ഇല്ല എന്ന് എനിക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ അവർ അള്ളാഹുവിനോട് പങ്കു ചേർത്തുകയാണോ സൃഷ്ടികളെ പോലത്തെ പങ്കുകാരെ? അള്ളാഹു പറഞ്ഞു, അം ജഅലു ലില്ലാഹി ശുറക്കാ ഖലഖൂ കഖൽഖിഹി ഫതശാബഹ അൽ ഖൽഖു അലൈഹിം ഖുലില്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ വഹുവൽ വാഹിദുൽ ഖഹാർ. അവൻ സൃഷ്ടിച്ചതുപോലെ അവർ സൃഷ്ടിച്ചിട്ട് ഇവർക്ക് സൃഷ്ടികൾ തമ്മിൽ തിരിച്ചറിയാതായിരിക്കുന്നുവോ? പറയുക, അല്ലാഹു അത്രേ എല്ലാ വസ്തുവിൻ്റെയും സൃഷ്ടാവ്, വേറെ സൃഷ്ടാവേ ഇല്ല, അവനത്രേ സർവാധികാരിയുള്ള ഏകനും. ഇത് സൂറത്തുർ റഅദിലെ 13-ാം അധ്യായം 16-ാം വചനം. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഇനം അടയാളങ്ങളുടെ ആദ്യത്തെ ഇനം. അത് പ്രാപഞ്ചികമായ അടയാളങ്ങൾ. രണ്ടാമത്തെ ഇനം ഖുർആനിലെ ആയത്തുകളാണ്. അത് അള്ളാഹുവിൻ്റെ വഹിയാണ്, പാരായണം ചെയ്യുന്ന അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്തത്. ഇതാണ് രണ്ടാമത്തെ ഇനം അടയാളങ്ങൾ, ഖുർആനിൻ്റെ ആയത്തുകൾ. ഇതെല്ലാം തെളിവാണ് അള്ളാഹു ഉണ്ട് എന്നതിന്. അവൻ്റെ വിശേഷണങ്ങൾ, അവൻ്റെ നാമങ്ങൾ, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവന് പങ്കുകാരില്ല, ഇതെല്ലാം അത് സൂചിപ്പിക്കുന്നു. പ്രാപഞ്ചിക ആയത്തുകളും ഖുർആനിൻ്റെ ആയത്തുകളും. പ്രാപഞ്ചിക ആയത്തുകൾ സൃഷ്ടാവുണ്ട് എന്നതിന് സൂചിപ്പിക്കുന്നു. ഈ എല്ലാത്തിനെയും കൊണ്ടുവന്നവൻ. ഖുർആനിൻ്റെ ആയത്തുകൾ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നു. അതിൽ തൗഹീദ് റുബൂബിയത്തിനെയും തൗഹീദിൻ ഉലൂഹിയത്തിനെയും ഉറപ്പിക്കുന്നതും അതെല്ലാം ഖുർആനിൽ നിന്ന് എടുത്തതുമാണ്. അള്ളാഹുവിനെ ആരാധിക്കാൻ കൽപ്പിക്കുകയും ചെയ്യുന്നു. തൗഹീദ് റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു ചെയ്യുന്ന കർമ്മങ്ങൾ, മരിപ്പിക്കുക, ജീവിപ്പിക്കുക, ഉപജീവനം നൽകുക, എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുക, മഴ പെയ്യിപ്പിക്കുക. തൗഹീദുൽ ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾ ചെയ്യുന്ന കർമ്മങ്ങൾ, അത് അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കുക. ആരാധന അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കുക. ഈ തൗഹീദ് റുബൂബിയത്തിലും ആർക്കും പങ്കില്ല, തൗഹീദുൽ ഉലൂഹിയത്തിൽ ആരെയും പങ്കു ചേർക്കരുത്. അപ്പോൾ ഖുർആൻ മുഴുവൻ ഈ വിഷയങ്ങളാണ് അതിൽ ഉള്ളത്. അവൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് രാത്രിയും പകലും സൂര്യനും ചന്ദ്രനും. ഇത് അവൻ്റെ അടയാളങ്ങളിലെ വലിയ അടയാളങ്ങളാണ്. അള്ളാഹു പറഞ്ഞു, ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമത്തി മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിദിയാഇൻ അഫലാ തസ്മഊൻ ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമത്തി മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബില്ലൈലി തസ്കുനൂന ഫീഹി അഫലാ തുബ്സിറൂൻ വമിൻ റഹ്മതിഹി ജഅല ലക്കുമുൽ ലൈല വന്നഹാറ ലിതസ്കുനൂ ഫീഹി വലിതബ്തഗൂ മിൻ ഫദ്ലിഹി വലഅല്ലക്കും തഷ്കുറൂൻ. പറയുക, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ കാണുന്നില്ലേ, അള്ളാഹു സദാസമയവും ഖിയാമത്ത് നാൾ വരെ രാത്രിയാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ അള്ളാഹു അല്ലാത്തൊരേത് ഇലാഹിനാണ് നിങ്ങൾക്ക് വെളിച്ചം നൽകാൻ സാധിക്കുക? അപ്പോൾ നിങ്ങൾ കേൾക്കുന്നില്ലേ? പറയുക, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ കാണുന്നില്ലേ, അള്ളാഹു സദാസമയവും ഖിയാമത്ത് നാൾ വരെ പകലായിരുന്നു ആക്കിയിരുന്നെങ്കിൽ അള്ളാഹു അല്ലാത്ത ഏതൊരു ഇലാഹിനാണ് രാത്രിയെ കൊണ്ടുവരാൻ കഴിയുക, അതിൽ നിങ്ങൾക്ക് ശാന്തമായിരിക്കാൻ? അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, അവൻ്റെ കാരുണ്യം കൊണ്ടാണ് അവൻ നിങ്ങൾക്ക് രാത്രിയും പകലും ഉണ്ടാക്കി തന്നത്. നിങ്ങൾ രാത്രിയിൽ വിശ്രമിക്കാനും ശാന്തമാകാനും നിങ്ങൾ പകലിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ തേടാനും നിങ്ങൾ നന്ദിയുള്ളവരാകാനും. ഇത് സൂറത്ത് അൽ ഖസസിലെ 28-ാം അധ്യായം 71 മുതൽ 73 വചനമാണ്. അപ്പോൾ ഇത് അള്ളാഹുവിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ അടയാളങ്ങളാണ്. രാവും പകലും, എല്ലാ സമയവും രാത്രിയല്ല,
എല്ലാ സമയവും പകലുമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അടിമകൾക്ക് ഗുണങ്ങൾ ലഭിക്കുമായിരുന്നില്ല. അള്ളാഹു രാത്രിയും പകലും മാറി മാറി വരുന്നത് പോലെയാണ് ആക്കിയിട്ടുള്ളത്. ഈ രാത്രിയും പകലും വ്യവസ്ഥാപിതമാണ്. രാത്രിയും പകലും വ്യവസ്ഥാപിതമായിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യവസ്ഥാപിതമാണ്. രാത്രിയും പകലും നിത്യമാണ്. അത് നിശ്ചലമാകുന്നില്ല. എന്നാൽ സൃഷ്ടികൾ അതിൻ്റെ പ്രവർത്തനം നിശ്ചലമാക്കി പോകുന്നു. അത് പ്രവർത്തനരഹിതമാകുന്നു. അതിൻ്റെ അവധി എത്തുന്നു. അവ എത്ര വലുതാകട്ടെ, എത്ര ശക്തിയുള്ളതാകട്ടെ, എത്ര ഉപേക്ഷിക്കപ്പെട്ട കാറുകൾ, പ്ലെയിനുകൾ, ട്രെയിനുകൾ നിങ്ങൾ കാണുന്നു. അതെല്ലാം എത്ര ശക്തിയുള്ളതും ഉപകാരപ്പെട്ടതുമായിരുന്നിട്ടും പക്ഷേ അതിൻ്റെ അവധി എത്തി, അത് നിഷ്ഫലമായി. രാത്രിയും പകലും നിശ്ചലമായി, പ്രവർത്തനരഹിതമായി. രാത്രിയും പകലും നിശ്ചലമാകുന്നുണ്ടോ? ഇല്ല. കാരണം അതുണ്ടാക്കിയത് അല്ലാഹു അസ്സ വജലാണ്. അള്ളാഹു പറഞ്ഞു, സുൻ അല്ലാഹില്ലസി അത്കന കുല്ല ഷൈഇൻ. എല്ലാ കാര്യങ്ങളും പൂർണ്ണമാക്കിയ അള്ളാഹുവിൻ്റെ പ്രവർത്തനമാണത്. ഇത് സൂറത്തുൻ നംല് 27-ാം അധ്യായം 88-ാം വചനമാണ്. നമുക്കിവിടെ നിർത്താം. ബാറക്കല്ലാഹു ഫീക്കും, ഹഫിദകുമുല്ലാഹ്, സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.